ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റവയും നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 3 കോഴിമുട്ടയ്ക്ക് ഒരു നേന്ത്രപ്പഴം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. ഇനി ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കറയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഒരു 4 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് അധികം വെള്ളം ഇല്ലാണ്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 2 ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ മാത്രം ചേർക്കട്ടെ. ഇതിലേക്ക് മൈദ ഗോതമ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. റവ ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വറക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. വറുത്ത റവ ചേർക്കരുത് കേട്ടോ. വറക്കാത്ത റവ ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും അടിച്ചെടുക്കുക. ഇത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. നേരെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക ചേർത്ത കാരണം തന്നെ നെയ്യിൻ്റെയും ഏലക്കൻ്റെയും ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ അതാവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാനില എസൻസ് ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാനൊന്ന് റെഡിയാക്കി വെച്ചാൽ മതി. നേരെ നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ മുകളിലായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയുടെ കുറച്ച് പീസ് വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അതിന് ശേഷം നമ്മൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാൻ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ കേടുവരും നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പാലൊക്കെ നന്നായിട്ട് തന്നെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ റവയുടെ ഈ ഒരു പലഹാരം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.